വ്യവസായ സബ്മിറ്റിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തെ പാടി പുകഴ്ത്തുന്ന ചില മാപ്രകളെ കാണാനിടയായി. എന്തോ പ്രതിപക്ഷം നാടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിശാലമായിട്ടുള്ള മനോഭാവം കാട്ടിയതാണ് സതീശൻ അതിൽ പങ്കെടുത്തതെന്നൊക്കെയാണ് ചിലരുടെ വായ്ത്താരി. അങ്ങനെ ഡയലോഗ് അടിക്കുന്നവർ അവിടെ നിൽ. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന വ്യവസായ സബ്മിറ്റ് അതൊരു സുപ്രഭാതത്തിൽ അങ്ങ് തയ്യാറാക്കിയെടുത്തതല്ല. അതായത് ദോശ ചുട്ടെടുക്കുന്ന വേഗത്തിൽ ഉണ്ടാക്കിയെടുത്ത പരിപാടിയല്ല. അതിന് കുറേ വർഷത്തെ പരിശ്രമമുണ്ട്, പ്രത്യേകിച്ച് 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. അതിൻ്റെ തുടക്കമായിരുന്നു ലോക കേരള സഭ. ആരും മറന്നിരിക്കാൻ വഴിയില്ല. ആദ്യമായി ഈ കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലോക കേരള സഭ എന്ന നിയമസഭ കേന്ദ്രീകരിച്ച് ആഗോളതലത്തിലുള്ള പ്രവാസികളെയെല്ലാം ഈ നാട്ടിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അന്ന് മനോരമയും സതീശനും ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ മറന്നെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക. ലോക കേരള സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് പരോക്ഷ മറുപടിയുമായി പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി. ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദിയെന്നും യൂസഫ് അലി പറഞ്ഞു. പ്രവാസി വ്യവസായികളായ രവി പിള്ളയും ഡോക്ടർ ആസാദ് മൂപ്പനും സമാന അഭിപ്രായം ചടങ്ങിൽ പങ്കുവച്ചു. അതെ, സതീശൻ ബഹിഷ്കരിച്ചു. കാര്യം മനോരമ എഴുതി ലോക കേരള സഭ ധൂർത്താണത്രേ. അവർക്ക് ഭക്ഷണത്തിന് ചെലവാക്കിയതുവരെ കണക്കെടുത്ത് പുറത്തിട്ട് വല്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ നാടിൻ്റെ ക്ഷണം സ്വീകരിച്ച് അതിഥികളായി എത്തിയവരെ അവർക്ക് കഴിക്കാൻ കൊടുത്ത ഭക്ഷണവും കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞ് ആക്ഷേപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർ ലോക കേരള സഭ ബഹിഷ്കരിച്ചു. അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് യൂസുഫ് അലി പറഞ്ഞ വാചകമുണ്ട്, ഓർക്കേണ്ടതാണ്. ലോക കേരള സഭയ്ക്ക് ഒരു ചട്ടക്കൂടുണ്ടാക്കുകയും ആ ലോക കേരള സഭ സംഘടിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിസഭയ്ക്കും ആദ്യമായി ഞങ്ങൾ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ നന്ദിയും ഈ അവസരത്തിൽ പ്രയോഗിക്കാം. ആൾക്കാർ പലരും കുറ്റം പറയും, അതിന് അത് ചിലവായല്ലോ ഇത് ചിലവായല്ലോ. ചിലവൊക്കെ ഞങ്ങൾക്കൊക്കെ, ഞാനും ബഹുമാനപ്പെട്ട രവി പിള്ളയും ഡോക്ടർ ആസാദ് മൂപ്പനവർക്കൊക്കെ ചിലവ് വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതല്ല, കേരള ഗവൺമെൻറ് നമ്മുടെ പ്രവാസികളായ നമ്മളെ വിളിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, അതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏത് നേതാക്കൾ വരുമ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും സ്വീകരിക്കുന്നവരാണ്. അത് ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി, അതെല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, അവർക്ക് ആഹാരവും വെള്ളവും ഒന്നും വാങ്ങിക്കുടിക്കാൻ നിവർത്തിയില്ലാത്തവരല്ല. പക്ഷേ സ്വന്തം നാട് അവരെ ആദരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം. നാട് വിട്ട് പുറം ലോകത്ത് ബിസിനസ് സ്ഥാപനങ്ങളുമായി പോകുന്നവരെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ച് അവരുടെ ആശയങ്ങൾ കൂടി കേട്ട് ഈ നാടിനെ നിക്ഷേപ സൗഹൃദമാക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച വേദിയായിരുന്നു. ഇതിനുശേഷമാണ് പലതരത്തിലുള്ള കോൺക്ലേവുകൾ. അത് അമേരിക്കയിൽ നടന്നു, അത് UK നടന്നു, അത് UAE നടന്നു. ആ പോയ പരിപാടികൾക്കെല്ലാം ആക്ഷേപങ്ങളായിരുന്നു, പരിഹാസങ്ങളായിരുന്നു. എന്തിനേറെ പറയുന്നു, അമേരിക്കയിൽ ഇരുന്ന കസേര പോലും വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവർ വലിയ പ്രചാരണം നടത്തി. എന്നിട്ട് മനോരമ ആ യാത്രയ്ക്കൊക്കെ ഉണ്ടാക്കിയ നുണക്കഥകളെ അതേപടി പാടിക്കൊണ്ട് നടന്ന പ്രതിപക്ഷം ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ വന്ന് ആ വേദിയിൽ ക്ഷണിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഞങ്ങൾ ഈ നാടിന് വേണ്ടി സഹകരിക്കുന്നു എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് അംഗീകരിക്കണോ? തൽക്കാലം സൗകര്യമില്ല. അതിന് വായ്ത്താരിയിടാൻ മാസപ്പടി പറ്റി ഇരിക്കുന്ന കുറേയേറെ കോട്ടിട്ട അവതാരങ്ങളുണ്ടാകും. അവർക്ക് ചിലപ്പോൾ നാളെ ഇവരുടെ പ്രീതി ആവശ്യമായിരിക്കാം. പക്ഷേ അത് ആഗ്രഹിക്കാത്തവർക്ക് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയേ മതിയാകുള്ളൂ. ലോക കേരള സഭയ്ക്കെതിരെ ഈ നാട്ടിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തിയ പ്രചരണങ്ങൾ ആരും മറന്നു പോകരുത്. ഇതേ വിദേശ മലയാളികളെ ഈ നാട് നിക്ഷേപ സൗഹൃദമാക്കാനും അവരുടെ ആശയങ്ങൾ ഉൾപ്പെടെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ഉൾപ്പെടെ ഈ നാട്ടിലേക്ക് നിക്ഷേപകരാക്കി കൊണ്ടുവരാൻ നടത്തിയ ചർച്ചകളിലെല്ലാം വിട്ടുനിന്നവർ, പരിഹസിച്ചവർ, കഴിക്കാനും കുടിക്കാനും കൊടുത്തതിനെ കണക്ക് പറഞ്ഞ് ആക്ഷേപിച്ചവർ, ഇന്നിപ്പോൾ സതീശൻ അതിലൊന്ന് പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ മാന്യത എന്നൊക്കെ വായ്ത്താരിയിടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്നലകളിൽ ചെയ്തതൊക്കെ മറന്നിട്ട് ഇന്നിപ്പോൾ പ്രതിപക്ഷം എന്തോ മഹത്തരമായ കാര്യം ചെയ്തു എന്നൊന്നും ആരും വായ്ത്താരിയിടണ്ട. വസ്തുതകളൊന്നും നമ്മൾ മറക്കില്ല രാമ.